കാസർഗോഡ് പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും സ്മൃതികൾ ഉയർത്തിക്കൊണ്ട് പരമാവധി സംസ്ഥാനത്തൊട്ടാകെ പ്രചരണ പരിപാടികൾ നടത്താനാണ് യൂത്ത് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് അക്രമ രാഷ്ട്രീയത്തിനെതിരായുള്ള കൃത്യമായ ഒരാശയ പ്രചരണം നടത്താൻ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും തയ്യാറെടുക്കുന്നു എന്നർത്ഥം. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി മാർച്ച് 2-ന് പെരിയയിൽ നിന്ന് ആരംഭിക്കുന്ന ധീരസ്മൃതി യാത്രയാണ്. ആ ധീരസ്മൃതി യാത്രയുടെ ഒരു പ്രത്യേകത ഈ കൊല്ലപ്പെട്ട കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും ശവകുടീരങ്ങളിൽ നിന്നുള്ള ചിതാഭസ്മവുമായിട്ട് AKG സെൻറ്ററിലേക്കാണ് ഈ യാത്ര നടത്തുന്നത്. കൊല്ലരുതേ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്. അപ്പോൾ സംഘടനാ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി എതിരാളികളെ കൊന്നൊടുക്കുന്ന നടപടികൾ ഇല്ലാതെ ഇരിക്കണം എന്നുള്ള നിലപാട് ഉയർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ ധീരസ്മൃതി യാത്ര ചിതാഭസ്മവുമായി AKG സെൻറ്ററിലേക്ക് നടത്തുന്നത്. ഒരുപക്ഷെ ഈ സമീപകാലത്തൊന്നും അത്തരത്തിൽ ഒരു പരിപാടി നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയമായി നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല. ഒരു പാർട്ടി ഓഫീസിലേക്ക് ചിതാഭസ്മവുമായി യാത്ര ചെയ്യുക, പ്രതിഷേധത്തിൻ്റെ ഭാഗമായി യാത്ര ചെയ്യുക എന്നുള്ളത് അത്തരമൊരു പരിപാടിയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതായത് ഈ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കൊലപാതകം പരമാവധി കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിക്കൊണ്ടുവരിക, അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു പൊതുവികാരം സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കുക, അതിലൂടെ വോട്ട് നേടുക എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള പ്രചരണ പരിപാടിക്ക് കൂടിയാണ് കോൺഗ്രസ് ഇപ്പോൾ നേതൃത്വം നൽകാൻ ഒരുങ്ങുന്നത്. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കാസർഗോട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ ഏറെക്കാലമായി ഒരു വിധിയെഴുത്തുണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു ചരിത്രം കൂടി മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒന്നിച്ചു ചേർന്നുള്ള പ്രവർത്തനത്തിൻ്റെ കളമൊരുക്കാനും ഈ ആകസ്മികമായുണ്ടായ സംഭവ വികാസത്തെ മാറ്റിയെടുക്കാൻ കോൺഗ്രസ് ഒരു വശത്ത് ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചന നൽകിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ അവരുടെ പ്രാദേശിക തലങ്ങളിലുള്ള സദസ്സുകൾ, അത് സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രാദേശിക സദസ്സുകൾക്കൊപ്പം മാർച്ച് 2-ന് തുടങ്ങുന്ന ധീരസ്മൃതി യാത്രയും നടക്കുന്നത്. അതായത് കൊല്ലപ്പെട്ട 2 പേരുടെയും ചിതാഭസ്മവുമായി AKG സെൻറ്ററിലേക്കുള്ള ആ യാത്ര രാഷ്ട്രീയമായി ഒരു വലിയ നേട്ടം തങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം, ആ രക്തസാക്ഷികളുടെ പേരിലുള്ള അവരുടെ ഒരാശയ പോരാട്ടം.